നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം വളരെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ സാധിക്കുന്നത്? അതേസമയം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എത്രയൊക്കെ അധ്വാനിച്ചാലും പണം മാത്രം നിങ്ങളുടെ കൈകളിൽ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു വിധിയാണോ, അതോ നിങ്ങളുടെ ജാതകദോഷമാണോ? ഇത് നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയുടെയും നിങ്ങളുടെ മനസ്സ് പണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെയും പ്രശ്നമാണ്. പണമെന്നത് വെറുമൊരു പേപ്പറോ നാണയമോ അല്ല, അതൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു രഹസ്യ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അതുപയോഗിക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യം. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതി എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ തത്വത്തെക്കുറിച്ചാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. വെറുതെ കുറേ തിയറികൾ പറയുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ പരീക്ഷിച്ചു തുടങ്ങാവുന്ന 100% റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പണം ആകർഷിക്കാനുള്ള ശക്തമായ ദൃഢപ്രതിജ്ഞകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ സത്യമാണ് ആകർഷണ നിയമവും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ലളിതമായി പറഞ്ഞാൽ, സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് തീവ്രമായ വികാരമുള്ളത്, അതിനെ നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഇവിടെയാണ് ഭൂരിഭാഗം പേർക്കും തെറ്റുപറ്റുന്നത്. മിക്കവരും എപ്പോഴും ചിന്തിക്കുന്നത് പണത്തിന്റെ അഭാവത്തെക്കുറിച്ചാണ്. എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് കടങ്ങളുണ്ട്, ഈ മാസം എങ്ങനെ വാടക കൊടുക്കും, എനിക്കൊന്നിനും തികയുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സന്ദേശം പണമില്ല എന്നതിൻ്റേതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതും പണമില്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. മറിച്ച് പണമുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അവസരങ്ങളും പണവും വന്നുചേരുന്നു. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക മനോഭാവം മാറ്റുക എന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ച് കിടക്കുന്ന തെറ്റായ ധാരണകളെ മാറ്റിയെഴുതണം. ഇതിനായി നമുക്ക് 5 സ്റ്റെപ്പുകളിലൂടെ കടന്നുപോകാം. നമ്മളിൽ പലരും കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന ചില കാര്യങ്ങളുണ്ട്. പണം തിന്മയുടെ വേരാണ്. പണക്കാരാകാൻ തെറ്റായ വഴികൾ സ്വീകരിക്കണം. നമ്മളെക്കൊണ്ടൊന്നും വലിയ പണക്കാരാകാൻ പറ്റില്ല. പണം മരത്തിൽ കായ്ക്കുന്നില്ല. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ബോധപൂർവം പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ തടയുകയാണ്. കാരണം പണം മോശമാണെന്നോ അല്ലെങ്കിൽ അത് കിട്ടാൻ പ്രയാസമാണെന്നോ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു. ഈ പഴയ ചിന്തകൾ ഡിലീറ്റ് ചെയ്യണം. പണം എന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. പണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാം. പണം ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുക. സ്റ്റെപ്പ് 2. വ്യക്തമായി ചോദിക്കുക. പ്രപഞ്ചത്തിന് അവ്യക്തമായ കാര്യങ്ങൾ ഇഷ്ടമല്ല. നിങ്ങൾക്ക് കുറേ പണം വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. എത്ര പണം വേണം, എപ്പോൾ വേണം, അത് വ്യക്തമായിരിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എന്റെ മാസവരുമാനം 1 ലക്ഷം രൂപയാകണം. ഇങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യം വയ്ക്കുക. ഇത് വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, ഒരു ഡയറിയിൽ എഴുതി വെക്കണം. എഴുതുമ്പോൾ അത് വർത്തമാനകാലത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. എനിക്ക് 5 ലക്ഷം രൂപ ലഭിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു എന്നിങ്ങനെ. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. സ്റ്റെപ്പ് 3. കാഴ്ചയും അനുഭവവും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സങ്കൽപ്പിക്കുക. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയും ഇതിനായി 5 മിനിറ്റ് മാറ്റിവെക്കുക. കണ്ണുകൾ അടച്ച് ആ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതായി കാണുക, അല്ലെങ്കിൽ പണം കൈകളിലിരിക്കുന്നതായി കാണുക. പക്ഷെ വെറുതെ കണ്ടാൽ പോരാ, അത് അനുഭവിക്കണം. ആ പണം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, സമാധാനം, ആശ്വാസം, ആ വികാരങ്ങളാണ് പ്രപഞ്ചത്തിലേക്കുള്ള സിഗ്നൽ. നിങ്ങളുടെ വികാരം എത്രത്തോളം ശക്തമാണോ അത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ കടങ്ങളെല്ലാം തീർത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കുടുംബത്തോടൊപ്പം സന്തോഷമായി ഇരിക്കുന്നത് സങ്കൽപ്പിക്കുക. ആ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ഓർക്കുക, പ്രപഞ്ചത്തിന് നിങ്ങൾ ഭാവനയിൽ കാണുന്നതും യഥാർത്ഥത്തിൽ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയാൽ ആ സന്തോഷം നൽകുന്ന സാഹചര്യങ്ങളെ പ്രപഞ്ചം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. ഇവിടെ ഒരു ചെറിയ ഇടവേള എടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കൂടാതെ താഴെ കമന്റ് ബോക്സിൽ മണി ഈസ് എനർജി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ വലിയ പ്രചോദനമാണ്. ശരി, നമുക്ക് ബാക്കി നോക്കാം. സ്റ്റെപ്പ് 4. പ്രചോദനാത്മകമായ പ്രവർത്തനം.
പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണിത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ വീട്ടിൽ വെറുതെയിരുന്ന് സ്വപ്നം കണ്ടാൽ പണം വരും എന്നല്ല അർത്ഥം. നിങ്ങൾ പ്രപഞ്ചത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നുതരും. ചിലപ്പോൾ അതൊരു പുതിയ ബിസിനസ് ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ഓഫറായിരിക്കാം, അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതാകാം. ഇങ്ങനെ വരുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കുക. വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ പ്രപഞ്ചം മനസ്സിലാക്കും നിങ്ങൾ സീരിയസ് ആണെന്ന്. അപ്പോൾ അത് ഫലങ്ങൾ ഇരട്ടിയാക്കി തരും. സ്റ്റെപ്പ് 5. നന്ദി പ്രകടിപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തിനും നന്ദിയുള്ളവരായിരിക്കുക. അത് 100 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും. ഉള്ളതിനോട് നന്ദി കാണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കാൻ നിങ്ങൾ യോഗ്യനാണെന്ന് പ്രപഞ്ചം മനസ്സിലാക്കും. പലരും പണമില്ലാത്തതിനെ ചൊല്ലി പരാതി പറയാറുണ്ട്. പരാതി പറയുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിനാണ് ഊന്നൽ നൽകുന്നത്. പകരം നിങ്ങൾക്ക് കിടക്കാൻ ഒരു വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്. ഇതിനെല്ലാം നന്ദി പറയുക. നന്ദി അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ്. ഇനി നമുക്ക് ഏറ്റവും ശക്തമായ ഭാഗത്തേക്ക് കടക്കാം. അഫർമേഷൻസ് അഥവാ പോസിറ്റീവ് പ്രസ്താവനകൾ. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അഫർമേഷനുകൾ. ഈ വാചകങ്ങൾ ദിവസവും, പ്രത്യേകിച്ച് രാവിലെയും രാത്രിയും, കണ്ണാടിയിൽ നോക്കി ഉറക്കെ പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിക്കുകയോ ചെയ്യുക. വെറുതെ വായിക്കാതെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് പറയണം. ഞാൻ താഴെ പറയുന്ന അഫർമേഷനുകൾ എന്നോടൊപ്പം ഏറ്റുചൊല്ലുക, അല്ലെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിക്കുക. 1. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. 2. എന്റെ ജീവിതത്തിലേക്ക് പണം പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നു. 3. ഞാൻ ഒരു മണി മാഗ്നറ്റാണ്. ഞാൻ എവിടെ പോയാലും സമ്പത്ത് എന്നെ തേടി വരുന്നു. 4. എനിക്ക് ധാരാളം പണം സമ്പാദിക്കാനുള്ള അർഹതയുണ്ട്. 5. എന്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 6. ഞാൻ സമ്പത്തിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 7. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. 8. എന്നെ സമ്പന്നനാക്കാൻ പ്രപഞ്ചം എപ്പോഴും എന്റെ കൂടെയുണ്ട്. 9. പണം എനിക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്നു. 10. ഞാൻ കോടീശ്വരനാകാൻ ജനിച്ചവനാണ്. ഈ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. തുടക്കത്തിൽ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിനെ എതിർത്തേക്കാം. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് തോന്നാം. അത് സ്വാഭാവികമാണ്. പക്ഷേ തുടർച്ചയായി 21 ദിവസം ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് സത്യമായി സ്വീകരിച്ചു തുടങ്ങും. ഒരിക്കൽ ഉപബോധ മനസ്സ് വിശ്വസിച്ചാൽ പിന്നെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്: വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ചു, വിശ്വസിച്ചു, പ്രവർത്തിച്ചു. ഇനി ഫലത്തെക്കുറിച്ച് ആകുലപ്പെടരുത്. എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന ടെൻഷൻ വേണ്ട. ഈ ആകാംക്ഷ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടയും. ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്താൽ നിങ്ങൾ പിന്നെ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം റെഡിയായോ എന്ന് ഓരോ നിമിഷവും ചോദിക്കാറില്ലല്ലോ. അത് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുപോലെ പ്രപഞ്ചത്തിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് നിങ്ങളിലെത്തുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക. ഓർക്കുക, നിങ്ങളുടെ പുറംലോകം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അകത്തെ ലോകം മാറണം. പണക്കാരനെപ്പോലെ ചിന്തിക്കുക, പണക്കാരനെപ്പോലെ പെരുമാറുക, പണക്കാരനെപ്പോലെ വിശ്വസിക്കുക. ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചം നോക്കിക്കോളും. ഇന്ന് തന്നെ ഈ മാറ്റം തുടങ്ങുക. നാളെയാകട്ടെ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക വിജയം നിങ്ങളുടെ ചിന്തകളിലാണ് തുടങ്ങുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ചതിൽ തീർച്ചയായും ഒരു കാരണമുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് സമ്പന്നനാകാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അത് സ്വീകരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിലെ ആശയങ്ങൾ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സ്വപ്നം എന്താണെന്നും അത് നേടിയെടുക്കുമെന്നും താഴെ "ഐ ക്ലെയിം മൈ അബണ്ടൻസ്" എന്ന് കമന്റ് ചെയ്യുക. വിജയം നിങ്ങളുടേതാണ്. നന്ദി.